റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ലൊരു അടിപൊളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അധികം ഗ്രേവി ഒന്നുമില്ലാതെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു മുട്ട റോസ്റ്റ്. അതിനുവേണ്ടി പാലിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരകവും 2-3 ഏലക്കായും കറുകപ്പട്ടയും ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിലേക്കൊരു 3 സവോള അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സവോള അരിഞ്ഞ സമയത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഞരടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടുക. അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. സവോള ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്കുള്ളൊരു മിക്സ് റെഡിയാക്കി എടുക്കാവേ. അതിന് വേണ്ടിയിട്ട് മിക്സർ ജാറിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ എടുത്ത് ചിക്കൻ മസാലയും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാവേ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ പൊടിയുടെ പച്ചമുളക് നന്നായിട്ട് മാറി കിട്ടുവേ. ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് വെന്ത് വരാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിടും കേട്ടോ. ആ പഞ്ചസാര ചേർക്കുന്നത് ഈ മുട്ട റോസ്റ്റ് നല്ലൊരു ടേസ്റ്റ് തരുവേ. അതിലേക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ മുട്ടയിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ ബൈ.